ഇന്ന് ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടില്ല. അപ്പം ഉമ്മ ചോറ് കൊടുത്തയച്ചതാണ്. എന്താണെന്ന് നോക്കിയിട്ടില്ല. വിശന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഇലയെ ചോറും അതേപോലെ ഉമ്മമാർ ചോറ് കൊടുത്തു അമ്മമാർ ചോറ് കൊടുത്തുകൂടെയും കൂടിയാണെങ്കിൽ നല്ല സുഖമാണ്. ചോറ്, പയറുപ്പേരി, ചിക്കൻ പൊരിച്ചത്, പാർട്സ്. നല്ല മണമുണ്ട്. ഇനി അടുത്ത കമൻറ്റ് പോന്നോട്ടെ. ജസ്ന ഇറച്ചി മീനും കൂട്ടുന്നത്. ജസ്ന ഇറച്ചി മീനൊക്കെ കൂട്ടും. പിന്നെ വരയ്ക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് ദൈവത്തിന് പറയാം. മൂന്നാമതൊരാളെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതും പ്രശ്നമില്ല. ഇനി കുറച്ച് ലെവളുമാർ കോഴിപ്പാട്സ് കഴിക്കുന്നതെന്ന് പറയുന്നത്. കോഴിനെ തിന്നുന്ന എനിക്കുണ്ട് കോഴിപ്പാട്സ്. അതും ഞാൻ പറഞ്ഞത് എല്ലാവരും മൊത്തമായിട്ട് ഞാൻ കഴിക്കൂല കേട്ടോ. അതാ പ്ലേറ്റിലേക്ക് എടുത്തിട്ടത്. അപ്പോൾ രാവിലെ തൊട്ടിട്ട് എന്ന് പറയാനില്ല, രാവിലെ പത്തിരിയും കറിയൊക്കെ കഴിച്ചതാണ്. പിന്നെ വർക്കുള്ളത് കൊണ്ട് എനിക്കിട്ട് കഴിക്കാനും പറ്റിയില്ല. ഫുഡ് മേടിച്ചില്ല. അപ്പോഴാണ് മോൻ പോയി വീട്ടിൽ നിന്ന് ചോറെടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ പയറുപ്പേരും പാർട്സ് കറിയല്ല, ഫ്രൈ ആക്കിയതാണ്. ചിക്കൻ പൊരിച്ചതും. അമ്മയും അച്ഛനും ഉള്ളിടത്തോളം കാലമാണ് സ്വർഗമെന്ന് പറയുന്നില്ലേ. എന്നിട്ടാണ് ചോറൊന്നുമ്പോൾ പറയാൻ പാടില്ല. ആ കല്യാണിയുടെ ഒരവസ്ഥയെ അത് ചിന്തിച്ചാൽ ചോറ് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങൂല. ആ കുഞ്ഞിനെ പറ്റി ഒന്നും പറയാൻ പോയിട്ടില്ല ഇതുവരെ. പറ്റുന്നില്ല ഗൈസ്. അപ്പം അമ്മ ആ ഒരു വാക്കിൻ്റെ അർത്ഥം ഒട്ടും വയ്യാണ്ട് കുത്തിരിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം വേണമെന്ന് പറയുമ്പം ഒരു വയ്യായി നോക്കാണ്ട് കൊടുത്തയക്കും. കാരണം എന്നെ എപ്പോഴും ഉമ്മ ഉപദേശിക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ? പാപ്പാൻ്റെ മാതിരി പട്ടിണി കിടന്നുണ്ടാക്കരുത്. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ പാപ്പാക്ക് എന്തോ തിന്നാൻ ഗതിയില്ലാഞ്ഞിട്ടാണ്. അല്ല ഗൈസ്, ഈ ഡ്രൈവർമാർ 99.9% ആൾക്കാരും ഉച്ചഭക്ഷണം കഴിക്കാറില്ല. രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ച് ഇറങ്ങിയാൽ പിന്നെ വണ്ടി എപ്പോഴാണോ ആൾട്ടാവുന്നത് ആ സമയത്തൊക്കെ കഴിക്കാറ്. നാളെ നമ്മൾ നയനം ബസ്സിലല്ല യമുന കയറി നയനം ബസ് കയറിയ സമയത്ത് ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറോടും ഉണ്ട് പറയുന്നത്, ഇന്ന് ഉച്ചക്ക് ചോറില്ല. കാരണം അവർക്ക് കുറച്ച് എവിടെയോ ലേറ്റായി. അപ്പോൾ അവർക്ക് ചോറില്ല. അപ്പോൾ എന്നോട് എപ്പോഴും പറയും, നീ വാപ്പാൻ്റെ മാതിരി പട്ടിണി കിടന്ന് ഉണ്ടാക്കരുത് എന്ന് പറയും. ഞാൻ എന്താ വെച്ചാൽ ഈ ചിക്കനോ മീനോ ഒക്കെ വീട്ടിലുണ്ടാക്കുക വെച്ചാൽ 2-3 കുളി നടക്കൂല. രാവിലെ ചായ കുടിച്ചതിന് ശേഷം കുളിച്ച് വരയ്ക്കാനിരുന്ന പിന്നെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല കേട്ടോ. നേരത്തെ ഞാൻ 100 പഴംപൊരിയും ചായയും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് ആയിട്ട് ഞാനത് അവിടെ വെച്ച കട്ട്ലേറ്റിങ് ഇന്നോ ഇതില്ല, പഴംപൊരിയും ടേഷനിൽ നിന്ന് പഴംപൊരി എനിക്ക് പറ്റാത്തതുകൊണ്ട് പഴംപൊരി അവിടെ വെച്ച് ചായ അതേപോലെ അതാ ഒന്ന് കാണിച്ചോട് മോനെ അതേപോലെ കപ്പിലാണ് വെച്ച്. എനിക്ക് വേറെ ചായക്ക് കൂട്ടലില്ല എന്ന് പറഞ്ഞിട്ടു. എന്നിട്ട് കട്ട്ലേറ്റ് ഞാൻ തിന്നാണ്ടിരുന്ന. കാരണം കട്ട്ലേറ്റ് തിന്ന് അതിൽ ചിക്കന് എന്ന് ചോദിക്കാനും നമ്മൾ രാശി എങ്ങാൻ വെച്ച് നോക്കേണ്ടി വരും ചിക്കൻ എവിടെയോ ഉണ്ടോയെന്ന്. എന്നാൽ പോലും ചിക്കൻ അല്ലേന്ന് വിചാരിച്ച് പിന്നെ ഞാൻ കുളിക്കേണ്ടി വരും. എന്നപ്പോൾ ഞാൻ വിചാരിച്ചു മോൻ വന്ന് ചോറ് നിന്നതിന് ശേഷം കുളിച്ച് രണ്ടാമത് വരയ്ക്കാനിരുന്ന എപ്പോഴാ അവിടുന്ന് എഴുന്നേക്കാന്ന് എനിക്ക് നമ്പുരാനേ അറിയുള്ളൂ. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും, പട്ടിണി കിടന്നിങ്ങി ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഞാൻ ചോറ് എന്ന് പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ചോറിനെ പറയുള്ളൂ കേട്ടോ. എൻ്റെ ഉമ്മ കനിഞ്ഞ കൊടുത്തയക്കുന്നൊരു സാധനമുണ്ട്. എനിക്കും എൻ്റെ മക്കൾക്കും ഇഷ്ടമില്ലാത്തൊരു സാധനവും സമൂഹത്തിന് ഇഷ്ടമുള്ളൊരു സാധനം എന്താണെന്നറിയാം? നൈസ് പത്തിരി. എനിക്കതൊന്നും പറ്റില്ല. എനിക്ക് ചോറ് വേണം. ചോറും ഇതേ ഒരു ഉപ്പേരി ആയാലും മതി. ഇതിപ്പോൾ കറിയില്ലല്ലോ, പാർട്സ് ഫ്രൈ ആക്കിയതാണ്. എനിക്കതും മതി. പക്ഷെ നല്ല രസമാട്ടോ ഈ ചെറുപയറും ചോറും തിന്നാനും. ഒരു കറിയും വേണ്ട. ചെറുപയറും
ചോറും ഇതേപോലെ എന്തെങ്കിലും ഒരു സൈഡ് പൊരിച്ചതും ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ചെറുപയറും ചോറും എന്ന് പറയുന്നത് നമ്മൾ പണ്ട് നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമല്ലേ, ആ ഒരു ടേസ്റ്റാണ്. അപ്പം വാങ്ങി കൊടുക്കുന്നു ഗൈസ്. രാവിലെ കഴിച്ചാലപ്പോൾ കഴിക്കാണ്. ഞാൻ ഇന്ന് ഫിനിഷ് ചെയ്തായിട്ട് എന്നിട്ട് വർക്ക് പിന്നെയും ചെയ്യാണ്ട് ഇതെടുത്തിട്ടോളി. ജസ്നസ്ലിയും ചിക്കനും മീനും കൂട്ടിയും ജസ്നസ്ലിന് ചിക്കനും മീനും ഒക്കെ കൂട്ടും, പക്ഷേ വരയ്ക്കുന്നുണ്ട് അതിൻ്റെതായ ലെവലിലേ വരയ്ക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ ഞാൻ ഇതൊന്ന് തീർക്കട്ടെ.